കോതമംഗലം എംഎൽഎയുടെ ബജറ്റ് പ്രസ്താവന ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതും ലജ്ജാകരവുമെന്ന് UDF ജില്ലാ കൺവീനർ ഷിബു തെക്കുംപുറം പറഞ്ഞു. കോതമംഗലം എംഎൽഎയുടെ ബഡ്ജറ്റ് പ്രസ്താവന ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതും ലജ്ജാകരവുമെന്ന് UDF ജില്ലാ കൺവീനർ ഷിബു തെക്കുംപുറം പറഞ്ഞു. കോതമംഗലം ഗവൺമെന്റ് LP സ്കൂൾ, കോതമംഗലം ടൗൺ UP സ്കൂൾ, തൃക്കാര്യൂർ ഗവൺമെന്റ് LP സ്കൂൾ എന്നിവയ്ക്ക് വെറും 100 രൂപയുടെ ടോക്കൺ മാത്രമാണ് ബഡ്ജറ്റിൽ അനുവദിച്ചിട്ടുള്ളത്. കൂടാതെ കോട്ടപ്പടി ഗവൺമെന്റ് LP സ്കൂൾ, പിണ്ടിമന ഗവൺമെന്റ് UP സ്കൂൾ, പാനിപ്ര ഗവൺമെന്റ് UP സ്കൂൾ, വാരപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂൾ, കുറ്റിയാഞ്ചൽ ഗവൺമെന്റ് LP സ്കൂൾ, മാമലക്കണ്ടം ഗവൺമെന്റ് ഹൈസ്കൂൾ, തലക്കോട് ഗവൺമെന്റ് UP സ്കൂൾ, പൈമറ്റം ഗവൺമെന്റ് UP സ്കൂൾ എന്നിവയ്ക്ക് 20 ലക്ഷം രൂപ വീതം മാത്രമാണ് ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത്. കോതമംഗലം ടൗൺ ഹാൾ, വിവിധ റോഡുകൾ, ഇഞ്ചത്തൊട്ടി പാലം, ബംഗ്ലാവ് കടവ് പാലം, ബ്ലാവന പാലം, മണികണ്ഠൻചാൽ പാലം, അടിവാട് പാലം, പുലിമല പാലം തുടങ്ങിയ പദ്ധതികൾക്ക് 100 രൂപ ടോക്കൺ മാത്രമാണ് ബഡ്ജറ്റിൽ അനുവദിച്ചിട്ടുള്ളത്. വന്യമൃഗശല്യം ലഘൂകരിക്കുന്നതിന് സംസ്ഥാനത്തിന് ആകെ വകയിരുത്തിയിട്ടുള്ള 70,40 ലക്ഷം രൂപ കോതമംഗലത്തിന് മാത്രം എന്ന രീതിയിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനയാണ് MLA നടത്തിയിട്ടുള്ളതെന്നും ഷിബു തെക്കുംപുറം പറഞ്ഞു. 100 രൂപ ടോക്കൺ അഡ്വാൻസ് നൽകിയിട്ടുള്ള പദ്ധതികളെല്ലാം വീണ്ടും ആവർത്തിച്ച് MLA ഈ നിയോജകമണ്ഡലത്തിന് അനുവദിച്ചു എന്നുള്ള നിലയിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് ബ്ലാവന പാലം, മണികണ്ഠൻചാൽ പാലം, അതോടൊപ്പം തന്നെ ഇഞ്ചത്തൊട്ടി അടക്കമുള്ള നിരവധി പാലങ്ങളും റോഡുകളും ഒക്കെ കഴിഞ്ഞ 9 ബഡ്ജറ്റിലും ഇടം തേടിയതാണ്. അപ്പോൾ MLA വീണ്ടും ജനങ്ങളെ വഞ്ചിക്കുന്ന നിലയിലുള്ള പ്രസ്താവനയുമായി മുന്നോട്ട് പോവുകയാണ്. അതോടൊപ്പം തന്നെ കേരളത്തിൽ വന്യമൃഗ ശല്യത്തിനെതിരെ 70 കോടി രൂപയാണ് മാറ്റിവെച്ചത് ഈ ബഡ്ജറ്റിൽ. ഒരു റേഞ്ചിൽ പോലും 70 കോടി രൂപ അപര്യാപ്തമായിരിക്കെ ആ 70 കോടി രൂപ കോതമംഗലത്തിന് പ്രയോജനപ്പെടുമെന്ന് MLA പറയുന്നത് തീർച്ചയായും ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന, ജനങ്ങളെ എല്ലാ തരത്തിലും കബളിപ്പിക്കുന്ന നിലപാടിൽ നിന്നും MLA പിറകോട്ട് പോകണം എന്നാണ് ഐക്യജനാധിപത്യ മുന്നണിക്ക് ആവശ്യപ്പെടാനുള്ളത്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.